ഹായ് ഫ്രണ്ട്സ്, മെക്സിയാണേ. അപ്പോൾ നമ്മുടെ അടുത്തൊരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെ ഹീബ്രുവിൽ പറയുന്നതാണ്. അതായത് ഇപ്പോൾ ഏജൻസിയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഫാമിലിക്ക് അയച്ചു കൊടുക്കാനായിട്ട് അവർ നമ്മളോട് പറയും ഹീബ്രുവിൽ ഒരു വീഡിയോ പിടിച്ചു കൊടുക്കാൻ പറയും. അപ്പോൾ അതിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറയണം എന്നുള്ളതാണ് ജസ്റ്റ് ഞാനൊന്ന് പറയുന്നത് കേട്ടോ. ഓൾമോസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷന് ഉൾപ്പെടുത്താറ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മളെ പരിചയപ്പെടുത്തണമല്ലോ. അപ്പോൾ നമ്മുടെ പേര് പറയണം. അപ്പോൾ അനി, മേരി. ഇപ്പോൾ ഒരു മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അനി എന്ന് പറഞ്ഞിട്ട് അവരുടെ പേര് പറയാം. ചിലവർ ഷ്മി എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. ഷ്മി മേരി, അതായത് എന്നെ വിളിക്കുന്നത് മേരി എന്നാണ് എന്നുള്ള രീതിയിൽ ഷ്മി മേരി എന്ന് പറയാം. അതിലും കുറച്ചുകൂടെ ബെറ്റർ അനി മേരി എന്ന് പറയുന്നതാണ്. ഇപ്പോൾ അനി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ജോസഫ് എന്നാണെങ്കിൽ അനി ജോസഫ് എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെൻറ്റൻസ് വരുന്നത് നമ്മുടെ പ്രായമല്ലേ അടുത്ത് പറയണം. അപ്പോൾ അനി ബാത്ത് അർബായും. അപ്പോൾ അനി ബാത്ത് അർബായും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 40 വയസ്സുള്ള മോളാണ്. മീൻസ് ഇവിടെ അങ്ങനെയാണ് കേട്ടോ, ബാത്ത് ബെൻ എന്ന് കൂട്ടിയാണ് പറയുന്നത്. അപ്പോൾ ഫീമെയിൽ പറയും അനി ബാത്ത് എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രായം പറയാം. മെയിലാണെങ്കിൽ അവർ പറയും അനി ബെൻ അർബായും എന്ന് പറയണം. അനി ബാത്ത് അർബായും എന്ന് ഫീമെയിലും അനി ബെൻ അർബായും എന്ന് മെയിലും പറയണം. ഓക്കെ, അടുത്ത സെൻറ്റൻസ് പറഞ്ഞത് നമ്മൾ എവിടെ നിന്നാണെന്നല്ലേ പറയണത്. അപ്പോൾ ഐ ആം ഫ്രം ഇന്ത്യ എന്നുള്ളത് അനി മെ ഹോദു എന്ന് പറയണം. അത് മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അനി മെ ഹോദു എന്ന് തന്നെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത സെൻറ്റൻസ് വരുന്നത് ഞാൻ മാരീഡ് ആണ് എന്നാണല്ലോ പിന്നെ നമ്മളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ മാരീഡ് ആണെന്ന് ഒരു ഫീമെയിൽ പറയുന്നത് അനി നിസ്വ. അനി നിസ്വ. ഇപ്പോൾ ഒരു മെയിലാണെങ്കിൽ അനി നെസൂയി. അനി നെസൂയി. ഇപ്പം നിങ്ങൾ ഒരു സിംഗിളായിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ മെയിലാണെങ്കിൽ അവർ പറയണം അനി റവാക്ക്. അനി റവാക്ക് എന്ന് പറയാം. ഇപ്പോൾ ഫീമെയിൽ ആണെങ്കിൽ അനി റവ്ക. അനി റവ്ക എന്ന് പറയണം. പിന്നെ ഇനി അടുത്തത് നമ്മൾ പറയുന്നത് നമ്മുടെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളതാണല്ലോ. അപ്പം നമ്മൾ എഷ്ലി, ഒറീം, ഇഷ, വെ എലദിം. അതായത് ഒരു മെയിലാണ് പറയണമെങ്കിൽ എഷ്ലി, ഒറീം, ഇഷ, വെ എലദിം. അതായത് എൻ്റെ വീട്ടിൽ എനിക്ക് പാരൻസ് ഉണ്ട്, വൈഫുണ്ട്, കുട്ടികളുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് മെയിൽ പറയുന്നത്. അപ്പോൾ ഫീമെയിലാണ് പറയണമെങ്കിൽ എഷ്ലി, ഒറീം, ബാൽ, വെ എലദിം. ഞാൻ മാരീഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എൻ്റെ ഫാമിലിയെക്കുറിച്ച് ഞാൻ പറയുന്നത് എഷ്ലി, ഒറീം, ബാൽ, വെ എലദിം എന്ന് പറയും. അതല്ല ഞാൻ മാരീഡ് അല്ല എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ പറയും എഷ്ലി, ഒറീം, വെ അഹീം. അതായത് എനിക്ക് പാരൻസും സിബ്ലിങ്സും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എഷ്ലി, ഒറീം, വെ അഹീം എന്ന് പറയാം നമുക്ക്. അപ്പോൾ ഈ സിംഗിളായിട്ടുള്ളവർ പറയുമ്പോൾ എഷ്ലി, ഒറീം, വെ അഹീം എന്ന് പറയുന്നത് മെയിലിനും ഫീമെയിലിനും ഈ ഒരു സെൻറ്റൻസ് തന്നെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. പിന്നെ അടുത്ത സെൻറ്റൻസ് നമ്മൾ പറയേണ്ടത് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കും, കുറച്ച് ഹീബ്രു സംസാരിക്കും എന്നുള്ളത് നമ്മൾ അവരോട് പറയണം. ഇൻട്രൊഡക്ഷനിൽ പറയണം. അനി മെദബെരത്ത് അംഗ്ലീത് വെ സാത്ത് ഇവ്രീത്. അനി മെദബെരത്ത് അംഗ്ലീത് വെ സാത്ത് ഇവ്രീത്. അതായത് ഒരു ഫീമെയിലാണ് പറയുന്നത് അങ്ങനെ കേട്ടോ. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും, കുറച്ച് ഹീബ്രുവും സംസാരിക്കും. സാത്ത് എന്ന് വെച്ചാൽ കുറച്ച്, ഇവ്രീത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീബ്രു, അംഗ്ലീത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ്. ഓക്കെ, അത് ഫീമെയിൽ പറയുന്നത് അനി മെദബരത്ത് അംഗ്ലീത്ത് വെ ഇവ്രീത്ത്. അനി മെദബരത്ത് എന്നാണ് ഫീമെയിൽ പറയുന്നത്. ഇപ്പം അത് മെയിലാണ് പറയണമെങ്കിൽ അനി മെദബർ അംഗ്ലീത്ത് വെ ഇവ്രീത്ത്. ആ വെർബിൽ വ്യത്യാസം വരുന്നുണ്ട്. അനി മെദബർ അംഗ്ലീത്ത് വെ ഇവ്രീത്ത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നേഴ്സാണെന്ന് പറയണ്ടേ, അല്ലെങ്കിൽ നേഴ്സിംഗ് എക്സ്പീരിയൻസ്. ഇവിടെ നമ്മൾ നേഴ്സാണെന്നുള്ളൊരു ഇൻട്രൊഡക്ഷനാണ് കേട്ടോ എല്ലാവരും കൊടുക്കാറ്. അപ്പോൾ അനി അഹോത്ത്. അതായത് ഞാൻ ഫീമെയിൽ ആയതുകൊണ്ട് ഞാൻ പറയും അനി അഹോത്ത്. അഹോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സിനെ പറയും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും സഹോദരി എന്നുള്ളതിന് അഹോത്ത് തന്നെയല്ലേ എന്ന്. ആ സെയിം വേർഡ് തന്നെയാണ് കേട്ടോ നേഴ്സിനും നമ്മൾ യൂസ് ചെയ്യുന്നത്. അനി അഹോത്ത്
എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങളിപ്പോൾ ഒരു മെയിലാണെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ ഒരു മെയിൽ നേഴ്സാണെന്നുള്ളത് പറയേണ്ടത് അനി അഹ് എന്ന് പറഞ്ഞാൽ മതി. ആ സഹോദരൻ എന്നുള്ളതിൻ്റെ ആ ഒരു ഹീബ്രു തന്നെയാണ് നേഴ്സ് എന്നുള്ളതിന് പറഞ്ഞത് കേട്ടോ. അനി അഹ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അടുത്തത് നമ്മുടെ എക്സ്പീരിയൻസ് പറയണമല്ലോ. അപ്പോൾ എഷ്ലി ഷ്നതായും നിസയോൺ ബെ തിപ്പൂൽ ബ അനഷ്യം മെവുഗറിം ബെ ഹോദു. അത് മനസ്സിലായോ? എഷ്ലി ഷ്നതായും നിസയോൺ ബെ തിപ്പൂൽ ബ അനഷ്യം മെവുഗറിം ബെ ഹോദു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, പ്രായമായവരെ നോക്കിയുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് മെയിൽ പറഞ്ഞാലും ഫീമെയിൽ പറഞ്ഞാലും ആ ഒരു സെൻറ്റൻസ് അങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ അടുത്തത് നമ്മൾക്ക് പറയേണ്ടത് നമുക്ക് ഇസ്രായേലിലേക്ക് വരാനായിട്ട് താല്പര്യമുണ്ട്, ഇസ്രായേലിൽ വന്ന് വർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമുണ്ടെന്ന് പറയണം നമ്മൾ. അപ്പോൾ ഒരു മെയിൽ നമ്മൾക്ക് ഇസ്രായേലിൽ ജോലി ചെയ്യാൻ ഇഷ്ടമുണ്ടെന്ന് എങ്ങനെയാണ് പറയണതെന്ന് നോക്കാം. അനി ഒയേവ് ലവോദ് ബൈ ഇസ്രായേൽ കൊമോ മെത്തപ്പേൽ. ഓക്കെ, ഒരു മെയിൽ പറയേണ്ടത് മനസ്സിലായില്ലേ? ഇനി ഫീമെയിൽ പറയേണ്ടത് അനി ഒയേവെത്ത് ലവോദ് ബൈ ഇസ്രായേൽ കൊമോ മെത്തപ്പലെത്ത് എന്ന് പറയണം. ഓക്കെ, אני אוהבת לעבוד בישראל כמו מטפלת. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? ഐ ലവ് ടു വർക്ക് ആസ് എ കെയർ ഗീവർ ഇൻ ഇസ്രായേൽ എന്നാണ്. കോമോ എന്ന് വെച്ചാൽ ആസ് എന്ന് പറയില്ലേ. ഒയേവത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് എന്നുള്ളതാണ്. അത് മെയിൽ പറയുമ്പോൾ ഒയേവ് എന്നും ഫീമെയിൽ പറയുമ്പോൾ ഒയേവത്ത് എന്നും. ഐ ലവ് ടു വർക്ക് ആസ് എ കെയർ ഗീവർ ഇൻ ഇസ്രായേൽ എന്നാണ്. അപ്പോൾ ഇത്രയും സെൻറ്റൻസുകൾ നമ്മൾ പറഞ്ഞാൽ മതി. എന്നിട്ട് ലാസ്റ്റ് ഒരു തൊദാറബ എന്ന് പറയാം നമുക്ക്. തൊദാറബ യോം തോ എന്ന് വേണമെങ്കിൽ പറയാം. യോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാവ് എ ഗുഡ് ഡേ എന്ന് നമ്മൾ പറയില്ലേ, യോം തോ ഹാവ് എ ഗുഡ് ഡേ, അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഇത് ഞാനുണ്ടല്ലോ മെയിൽ എങ്ങനെ പറയണം ഫീമെയിൽ എങ്ങനെ പറയണം എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഞാനത് കറക്റ്റായിട്ട് എന്താണ് മംഗ്ലീഷ് അല്ലല്ലോ ഹീബ്രു മലയാളത്തിൽ എഴുതില്ല, അങ്ങനെ എഴുതി ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷും ഓരോ സെൻറ്റൻസിൻ്റെ ഇംഗ്ലീഷും ഇതായിട്ടൊക്കെ ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇല്ലേ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇസ്രായേലിലേക്ക് കെയർ ഗിവറായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും ഏജൻസിയിൽ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിത് അയച്ചു കൊടുക്കണം. ഈ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്ത് അയച്ചു കൊടുത്താൽ മതി. അതെങ്ങനെയൊക്കെയാണെന്ന് ഓരോ ഏജൻസികൾ അവരുടെ രീതികൾ പറഞ്ഞു തരും. അപ്പോൾ അതിൽ പറയേണ്ട വേർഡ്സും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അഡീഷണലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏജൻസി പറഞ്ഞു തരുന്നതും കൂടെ ആഡ് ചെയ്താൽ മതി. ചിലപ്പോൾ നമ്മുടെ വെയിറ്റോ ഹൈറ്റോ ഒക്കെ ആഡ് ചെയ്യാൻ പറയും. അപ്പോൾ അതുകൂടെയൊക്കെ ആഡ് ചെയ്താൽ മതിയാകും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രായം, ഇപ്പം ഞാൻ 40 എന്ന് പറഞ്ഞു, പക്ഷേ നിങ്ങളുടെ പ്രായം 35 ആണെങ്കിൽ സ്ലോഷിം വെ ഹമേഷ്, അനി ബാത്ത് സ്ലോഷിം വെ ഹമേഷ്, അല്ലെങ്കിൽ അനി ബെൻ സ്ലോഷിം വെ ഹമേഷ്. അപ്പം നമ്മുടെ ഏജ് ഉണ്ടല്ലോ അത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹീബ്രുവിൽ എങ്ങനെ പറയണം എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അത് നിങ്ങൾ ആഡ് ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പോൾ ഏകദേശമൊക്കെ നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. ഓക്കെ, ബൈ.